നിന്റെ അച്ഛന് തരുന്ന 1000 രൂപയും വെച്ച് ഞാൻ നിനക്ക് ചിക്കനും മട്ടനും ബീഫും ഒക്കെ വാങ്ങിച്ചു തന്നാല് ബാക്കിയുള്ള ദിവസത്തിൽ വേറെ എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എന്താക്കണം, തെണ്ടാൻ പോകേണ്ടി വരുമല്ലോ ഞാൻ. ശരി ശരി, ഇനി വഴക്ക് കൂടാനൊന്നും വരണ്ട. കുറച്ച് ചോറ് താ. അമ്മേ, ഞാൻ ടിവി നോക്കാൻ പോകുന്നു. ചോറ് അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഭക്ഷണം എടുത്ത് കഴിക്കടോ. ഈ പ്രായം എന്ന് പറയുന്നത് കല്ല് തിന്നെങ്കിലും ദഹിക്കേണ്ട പ്രായമല്ലേ മോനെ. കല്ല് തിന്നുന്നതും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും ഒരുപോലെ തന്നെ. പോയി കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. എപ്പോ നോക്കിയാലും ടിവി നോക്കിക്കൊണ്ട് തന്നെ തിന്നണം. ഒരു ദിവസമെങ്കിലും നേരെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. അതില്ലോ ഇല്ല. സവിതേ, സവിതേ, എന്റെ അമ്മ അടുക്കളയിലാണുള്ളത്. എന്താണ് പറ. നിന്നോട് എന്തിനാടാ പറയേണ്ടത്? നിന്റെ അമ്മയെ വിളിച്ച കുറച്ച് മര്യാദയോടെ സംസാരിച്ചേ. നിനക്ക് എന്തിനാടാ ഞാൻ മര്യാദ തരേണ്ടത്? മര്യാദ തന്നെ വിളിക്കണോ? അപ്പൊ നിന്നെ ഞാൻ സാറേന്ന് വിളിക്കട്ടെ? എന്താ കുട്ടാപ്പി, എന്ത് പറ്റി? എന്താ ഇത്ര ദേഷ്യത്തോടെ ഇരിക്കുന്നത്? എന്താണ് വേണ്ടാത്തത് സംസാരിക്കുന്നോ? വേണ്ടാത്തത് അത് ഞാനാണ് വേണ്ടാത്തത് സംസാരിക്കുന്നത്. നിന്റെ അമ്മയാ വേണ്ടാത്തത് ചെയ്തു കൂട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റ് മുഴുവനും എന്റെ പറമ്പിലോട്ട് തട്ടിയിട്ടുണ്ടല്ലോ. എന്തോന്ന്, ഞാൻ നിന്റെ പറമ്പിലോട്ട് തട്ടിയെന്നോ? ഒന്ന് പോയേടി. ഞാനേ എന്റെ പറമ്പിൽ തന്നെ ഒരു മൂലയ്ക്ക് കൂട്ടി വെച്ചിരിക്കുന്നതാ. അതെ, നീ നിന്റെ വീട്ടിലെ മൂലയ്ക്ക് കൊണ്ടുപോയി കൂട്ടി വെച്ചിട്ടുള്ളത് അതെന്റെ പറമ്പിന്റെ സൈഡല്ലോ. അവിടെ വന്ന് കോഴി മൊത്തം എന്റെ പറമ്പിലോട്ടാ വലിച്ചിട്ടുള്ളത്. വന്ന് എന്റെ പറമ്പിലോട്ട് വന്ന് എന്റെ പറമ്പൊന്ന് വൃത്തിയാക്കിട്ടാ. പോയിട്ട് നോക്കിയിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്, അവർ അകത്തോട്ട് വരൊന്നുമില്ല കേട്ടല്ലോ. നീ അവിടെ ഇരുന്ന് ചോറ് പോയി കഴിക്ക്. അയ്യോ ചേട്ടാ, അടുത്ത വീട്ടിലെ സവിതവും അവന്റെ മോനും കൂടി എന്നെ അടിച്ചു ചേട്ടാ. നീ എന്താടി പറയുന്നത്? ആ ചെറിയ പയ്യനെ നിന്നെ അടിച്ചോന്നോ? അവൻ അങ്ങനെയുള്ള പയ്യനൊന്നും അല്ലല്ലോ. ഞാനും അങ്ങനെ തന്നെയാ ചേട്ടാ വിചാരിച്ചിരുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ നിങ്ങളുടെ പറമ്പിലെ വേസ്റ്റ് എന്റെ പറമ്പിലോട്ട് കളഞ്ഞതെന്ന്. അതിനാ അവര് അമ്മയും മോനും കൂടിയിട്ട് എന്നെ തള്ളിയിട്ടത് താഴോട്ട്. വാ ചേട്ടാ, വന്ന് നിങ്ങൾ ഇപ്പൊ തന്നെ അവരോട് ചോദിക്കു ചേട്ടാ. അവന് നല്ല പാവം കൊച്ചാണല്ലോ, അവൻ അങ്ങനെ ചെയ്യാൻ വഴിയില്ലല്ലോ. ഇവളെന്തേലും പോയി തർക്കിച്ചിട്ടുണ്ടാവും. ശരി ശരി, നീ കരയാതിരിക്കെ, പോയി ചോദിക്കാം. ഞാനിപ്പോ ഓഫീസിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുപോവാ, ക്ഷീണിച്ചിട്ട് വയ്യ. ഒരാൾ ഇവിടെ കരഞ്ഞോണ്ട് വന്ന് എന്ത് പറഞ്ഞാലും ശരി, അപ്പൊ ഇയാൾക്ക് വെള്ളം വേണത്ര. വെള്ളം അവരോട് ചോദിക്കാൻ പറ്റില്ല. അല്ലെങ്കിലും ഇയാളോട് പറയുന്നതിന് പകരം വേറെ ആരോടെങ്കിലും പറഞ്ഞെങ്കിൽ അവര് പോയി വഴക്ക് കൂടുമായിരുന്നു. വെറുതെ ഇയാളെടുത്ത് വന്ന് സമയം കളഞ്ഞു. അല്ലെങ്കിലും ആരെങ്കിലും ചെറിയ വേസ്റ്റിന്റെ കാര്യത്തിലൊക്കെ പോയി വഴക്ക് കൂടും. ഇനിയിപ്പോ അവരോട് ചോദിക്കാൻ പോയിട്ട് നമ്മളെ നാണം കിട്ടിയിട്ട് വരേണ്ടി വരും.